മിസ്റ്റർ ദിനേശ്, ഇന്ന് ഞാനിപ്പോൾ താങ്കളുടെ ഒരു എപ്പിസോഡ് കണ്ടു. നമ്മൾ വിജു മേനോൻ്റെ ഒക്കെ കാര്യം പറയുന്ന സ്റ്റോറിയില്ലേ, ആ വിജു മേനോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കരമായ വെള്ളമടിയാണ്. അവരൊക്കെ എന്താ കലാകാരന്മാരാണ്, ഓക്കെ, പക്ഷേ നല്ല കഴിവുള്ള നടനാണ്. അഹങ്കാരം തലയിൽ കയറിപ്പോയി. അതുകൊണ്ട് ആണ് ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ. താങ്കൾ പറഞ്ഞതെല്ലാം 100% സത്യമാണ്. അത് അവന്മാർക്ക് ഒരവസരം താങ്കൾ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കഴിവുള്ളവരാണ്, അത് നിലനിർത്തി കൊണ്ടുപോവുക. അഹങ്കരിക്കാൻ പാടില്ല. അത് താങ്കൾ തീർച്ചയായിട്ടും കൊടുക്കുന്നത് ഒരു സീനിയറായിട്ടുള്ള ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ അത് അവർക്ക് ഉപയോഗപ്പെടും. പിന്നെ രേണുസുധിയുടെ കാര്യം, ഞാൻ ഇതിൻ്റെ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ ആൾക്കാരുമായിട്ട് ഈ ബാറിലൊക്കെ ജോലി ചെയ്യുന്നേ, അവർ തന്നെ നേരിട്ട് ദിനേശിന് എത്തിക്കുമെന്ന് എന്നോട് പറഞ്ഞത്. അവരെ അത് കളക്ട് ഇത് നോക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് താങ്കളുടെ ആ ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ അയച്ചു തരും. പിന്നെ ശ്വേതാ മേനോൻ, അതും താങ്കൾ പറഞ്ഞത് എല്ലാം ഇത് എത്രത്തോളം ക്ലിയറായിട്ട് പറയുന്നത്, വളരെ ഇത്രയും ഓപ്പണായിട്ട് അതും സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും സത്യമാണ്. കുറേ വേഷവും ഗീഷവും ഒക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങി അത് പറഞ്ഞ് പഠിക്കട്ടെ, അതിനെക്കുറിച്ച് പഠിക്കട്ടെ. താങ്കളുടെ അപാര കഴിവ് തന്നെ. ഇതിനൊക്കെ എപ്പോൾ സമയം കിട്ടുന്നു ഇതുപോലെയുള്ള ഇതൊക്കെ കാണാനും അതിനെയൊക്കെ വിലയിരുത്താനൊക്കെ ഉള്ള താങ്കളുടെ കഴിവ് അപാരം തന്നെ. അതുപോലെ അതിനകത്ത് മായം ചേർക്കാതെ താങ്കളുടെ അവതരിപ്പിക്കുന്ന അവതരണ ശൈലി അതും അഭികാമ്യമാണ്. നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നമ്മൾ എന്ത് പറഞ്ഞാലും, പണ്ടുള്ളവർ പറയുമല്ലോ, അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷമെന്ന്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഒരു കൂട്ടർ പറയും അത് രാഷ്ട്രീയം നോക്കി ദിനേശ് പറയുകയാണെന്ന്. എന്നാൽ ഞാൻ 17 വയസ്സ് മുതൽ വിശ്വസിക്കുന്ന എൻ്റെ പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ആരും മിണ്ടിയില്ല. വേറെ വല്ലവരും പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണ് എന്ന് പറയും. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് തൃശ്ശൂരുകാർ തിരുവനന്തപുരം മുതലുള്ള ചേട്ടന്മാരെ കൊണ്ടുവന്ന് കള്ള വോട്ട് ചെയ്തു പോലും നമ്മുടെ സിനിമാക്കാരനെ ജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയച്ചത്. ഇവിടേക്കുള്ള ഡ്രൈവർ അത് ഇത് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിച്ചോണ്ട് പോയല്ലോ വോട്ട് ചെയ്യാൻ. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എല്ലാവരും തിരിച്ചിവിടെ വന്ന് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ 10 പൈസയുടെ ഗുണം, ഒരു വർഷം കഴിഞ്ഞല്ലോ, 10 പൈസയുടെ ഗുണം കേരളത്തിന് അദ്ദേഹം തരണ്ട. അദ്ദേഹത്തിനെ കൊണ്ട് കഴിയില്ല, അതാണ് പ്രശ്നം. അദ്ദേഹത്തിന് അവിടെ റോളൊന്നുമില്ല. പക്ഷേ ജയിപ്പിച്ചു വിട്ട തൃശ്ശൂർ ജില്ലയ്ക്കായി എന്തെങ്കിലും ചെയ്തു. ഈ ഭവാൻ ഒന്നും ചെയ്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എയിംസ് ആലപ്പുഴമാരും വന്നില്ലെങ്കിൽ ഞാൻ തൃശ്ശൂർ കൊണ്ടുവരും, ഇല്ലെങ്കിൽ തേനി കമ്പം ഭാഗത്ത് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വി ഡി സതീശനെ പോലെയാണ് പറയുന്നത്. പിറ്റേ ദിവസം ഉൾട്ടയടിക്കും, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും. അതെനിക്കൊന്ന് സതീശൻ സുരേഷ് ഗോപിയിൽ നിന്നാണോ പഠിച്ചത്, സുരേഷ് ഗോപി സതീശൻ്റെ നിന്നാണോ പഠിച്ചതെന്ന് എനിക്കറിയില്ല. പച്ചക്കള്ളം വീഡിയോയിൽ പറഞ്ഞിട്ട്, പണ്ട് പത്രക്കാരുടെ ആണെങ്കിൽ നമുക്ക് മാറ്റി പറയാം, നാളെ തള്ളിക്കളയാം. ഇപ്പോൾ ഈ വീഡിയോ ആയതുകൊണ്ട് ആർക്കും പറ്റിക്കാൻ നോക്കില്ല. അപ്പോൾ ഇന്നെന്ത് പറയുന്നു അതിൻ്റെ നേരെ തിരിച്ച് നാളെ പറയും. പിന്നെ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കുറച്ച് വീമ്പ് പറയും, വീമ്പ് കാണിക്കും. ഈ അല്പന്മാരെ പോലെ കസവ് നേരി ഇതൊക്കെ പുതച്ച് തൃശ്ശൂർ റോഡിൽ കൂടെയൊക്കെ നടന്ന് ഇങ്ങനെയൊക്കെ കുറച്ച് വീമ്പൊക്കെ കാണിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയുന്നത് തിരിച്ച് പറയുകയും ചെയ്യും. 365 ദിവസം ഒരു വർഷത്തിലുണ്ടെങ്കിൽ അതിൽ 300 ദിവസത്തിൽ കൂടുതലും അദ്ദേഹം കേരളത്തിലെ കലുങ്കുകളിലും കുളത്തിലും പിന്നെ സദ്യ വിളമ്പുന്നിടത്തുമൊക്കെയായി സ്റ്റേറ്റ് കാറിൽ കറങ്ങും. അല്ലാതെ കേന്ദ്രമന്ത്രി സഹമന്ത്രിക്ക് അവിടെ ഒരു ചുക്കുമില്ല, ഒരു ജോലിയില്ല എന്നുള്ളതാണ് സത്യം. മറ്റേ മോനെ മറിച്ച മോനെ എന്ന് വായിൽ നിന്ന് വികട സരസ്വതി വിളമ്പും. ഒരു മന്ത്രിയല്ലേ, മാതൃകയാകേണ്ട ആളല്ലേ, മാന്യമായി സംസാരിക്കണ്ടേ? ഇപ്പോൾ കേരള നിയമസഭയിൽ മാണിയുടെ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ശിവൻകുട്ടി മുണ്ടൊക്കെ മടക്കി കുത്തി സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറി വാച്ചമ്പാടുകാർ പൊക്കിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്തു. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ മന്ത്രിയാണ്. ഒരു സഭ്യമല്ലാത്തൊരു വാക്കെങ്കിലും അദ്ദേഹം പറയാറുണ്ടോ? അതൊരു മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ സത്യപ്രതിജ്ഞാ ലംഘനങ്ങൾ ചെയ്യരുത്, അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ പരിഹാസ്യരാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും മണ്ടത്തരം പറയുകയും അത് ട്രോളായി വന്ന് നിറയുമ്പോൾ തിരിച്ചു പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകളയും. ഇപ്പം തന്നെ മറ്റേ മോനെ വരുവടാ എയിംസ്, മറ്റേ മോനെ എന്നൊക്കെ വിളിച്ചിട്ട് ഇപ്പം പറഞ്ഞു ഞാൻ അങ്ങനെയല്ല വിളിച്ചേ, മോനെ വരുവടാ എന്നാണ് പറഞ്ഞതെന്നാണ് ഇപ്പോൾ പറയണേ. അതിന് മറ്റേ ആ മഞ്ഞൾ ശോഭയുടെ സപ്പോർട്ട്.
എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് ശവമേന്ന് വിളിച്ചാലും അൻപോടെ വിളിക്കണം എന്നാണ് എന്നെ പഠിപ്പിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തെ ഇദ്ദേഹത്തിൻ്റെ നാവിൻ്റെ സ്ലിപ്പ് മാത്രം വെച്ച് ഒരു എപ്പിസോഡ് ചെയ്യാൻ ഞാൻ എല്ലാം തയ്യാറാക്കി വെച്ചതാ. സത്യം പറയാണ്, ഇപ്പോഴും ഉണ്ട് എൻ്റെ വീഡിയോകളെല്ലാം എടുത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം എന്തെല്ലാം നാക്കുകൊണ്ട് പറഞ്ഞു, പിന്നെ എന്തെല്ലാം തിരുത്തി കലിങ്കിലിരുന്ന് പറഞ്ഞു എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നി എന്തിന് അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. കാരണം പണ്ടുള്ളവർ പറയും, നായ നടുക്കടലിൽ പോയാലും നക്കിയേ കുടിക്കുമെന്ന്. വാവച്ച് കുടിക്കില്ല. അതിനോട് നമ്മൾ പിന്നെ ഉപദേശിച്ചിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് തോന്നി. ഒന്നും സംഭവിക്കാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ എപ്പിസോഡ് ചെയ്യാത്തത്. ശിവരാത്രി മഹാപരിക്രമ ഔദ്യോഗിക പരിപാടി എന്നാണ് മാതൃഭൂമി പറഞ്ഞിരിക്കുന്നത്. ഔദ്യോഗികമാവണം എങ്ങനെയെന്ന് എനിക്കുണ്ടോ ശിവരാത്രി? ഇനി അതുമൊക്കെ ഔദ്യോഗികമായോ? ശിവരാത്രി, ദീപാവലി, വിഷു എല്ലാം ഔദ്യോഗികമാക്കിയൊന്നും എനിക്കറിയില്ല. മാതൃഭൂമി പറയുന്നു ഔദ്യോഗികമാണ്. മഹാപരിക്രമ പരിപാടിക്ക് വന്നിട്ട് അദ്ദേഹം എന്താ പറയുക, തിരിച്ചു പോകാനായിട്ട് വായുകുളിക്ക് പോകും പോലെ അകത്തുനിന്ന് മറ്റേ നേരി ഇതൊക്കെ പുതച്ച്, കരാർക്കടയിൽ നിന്ന് വാങ്ങിച്ച നേരി ഇതൊക്കെ പുതച്ച് അദ്ദേഹം താഴെ വന്നു. അപ്പോൾ കയറി പോകുമ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, ഒന്ന് വണ്ടി കൊണ്ടൊന്ന് ഞാൻ ഇറങ്ങി വരുമ്പം തന്നെ കയറാൻ അമ്പലത്തിൻ്റെ മുന്നിൽ എടുത്തിടണം എന്ന് പറഞ്ഞിട്ടാണ് അത്രേ ഔദ്യോഗികമായി അദ്ദേഹം കയറിയത്. എസ്കോട്ട് വാഹനം വന്നു ഇദ്ദേഹത്തെ കണ്ടപ്പോൾ. പക്ഷേ തൻ്റെ വാഹനം വന്നില്ല. ഒരു മിനിറ്റ് പുള്ളിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. മന്ത്രി ചാടി റോഡിലിറങ്ങി ആട്ടോയിൽ ചാടിക്കയറി. പോകാൻ തുടങ്ങുമ്പോൾ കാണാം ഔദ്യോഗിക വാഹനം വന്ന് നിൽക്കുന്നു. പാർട്ടിക്കാരൊക്കെ ചെന്ന് പറഞ്ഞു, സാറേ, നേതാവേ, ചേട്ടാ, മോനെ, ഇതാ വണ്ടി വന്നെന്നൊക്കെ പറയുന്നു. ആരെയും നോക്കാതെ ഒരു ഗർഭം ഉണ്ടാക്കണം നോക്കുമ്പോൾ എല്ലാവരും ഒരു ചിറയിൽ ചിറഞ്ഞിട്ട് പുള്ളി ആട്ടോക്കാരൻ്റെ വണ്ടി വിടാൻ പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഗൺമാൻ ഓടി ആട്ടോയുടെ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിൽ കയറി. വാസ്തവത്തിൽ അതിൽ ട്രാഫിക് ലംഘനമല്ലേ? ആട്ടോയിൽ ഫ്രണ്ടിൽ ഡ്രൈവർക്ക് മാത്രമല്ലേ ഇരിക്കാൻ പറ്റൂ. ഒരു കേന്ദ്രമന്ത്രി യാത്ര ചെയ്യുന്ന ആട്ടോയിൽ ഗവൺമെൻറ് നിയമം തെറ്റിച്ചാൽ ഇവിടെ കേസെടുക്കില്ലെന്ന് എനിക്കറിയില്ല. നേരെ മറിച്ച്, ഭവനെ ഇവിടെ കയറിക്കോ, എൻ്റെ കൂടെ കയറിക്കോ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാൻ 2 പേരെ സീറ്റിലിരുന്നാലും ഒരാളുടെ സീറ്റ് മിച്ച കിടക്കല്ലേ എന്ന് പറയാനുള്ള അത് പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞാൽ മന്ത്രിയുടെ ഡിഗ്നിറ്റി പൊളിഞ്ഞു പോകില്ലേ. നമ്മുടെ മനസ്സിനോടൊപ്പം സംവിധാനങ്ങളും ഓടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടെന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ ആട്ടയിൽ ചാടിക്കയറിയിട്ട് പുള്ളി പറയാണ്, എൻ്റെ മനസ്സ് പോകുന്ന അത്രയും സ്പീഡിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ പോകുന്നില്ല. എസ്കോട്ട് വന്ന കാറ് വന്നു, പക്ഷേ ഞാൻ പോകേണ്ട സ്റ്റേറ്റ് കാർ വന്നില്ല, വൈകി 1 മിനിറ്റ്. അതൊക്കെ എൻ്റെ മനസ്സ്, ഞാൻ ചാടി നടക്കയില്ലെന്ന്. എന്നിട്ട് പുള്ളി ഇരിക്കാൻ പെടുന്ന പാടുവേണം കാണാൻ ഇപ്പോൾ. അതുപോലെ അതും കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ ഒരു വാചകം കൂടെ അടിച്ച്, മെട്രോയും എയിംസും ഒക്കെ പിന്നെ ചർച്ച ചെയ്യാം കേട്ടോ. നമുക്ക് അടിസ്ഥാന തത്വങ്ങൾ, ആമ എന്താ, ആമയുടെ മുട്ട എന്താ, തേങ്ങ എന്താ, ഇതൊക്കെയാണ് തൽക്കാലം ചർച്ചയാക്കാനുള്ളത്. മെട്രോയും എയിംസും ഒക്കെ നമുക്ക് പിന്നെ ചർച്ചിക്കാം എന്നാണ്. ഒരു വാക്കും പുള്ളി മര്യാദയ്ക്ക് പറയില്ല. ഛർദ്ദിക്കാം എന്ന് പറയുന്ന ടോളിലാണ് ചർച്ചിക്കാം എന്ന് പറയുന്നു. അതുപോലെ ആമ മുട്ട, ആമ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു തേങ്ങയെന്ന്. ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രി നിങ്ങൾ ആലോചിച്ച് നോക്കി. തൃശ്ശൂരുകാർ ചെയ്ത ദ്രോഹം. ഞാൻ പറയുന്നത് അദ്ദേഹം നിയമസഭയിൽ മത്സരിക്കണം തൃശ്ശൂർ. അപ്പോഴെങ്കിലും തൃശ്ശൂരുള്ള തന്തയ്ക്ക് പിറന്നവർ 10 പ്രാവശ്യം ആലോചിച്ചിട്ട് വോട്ട് ചെയ്യണം. അങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിനെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ തൃശ്ശൂരുകാർ തയ്യാറാകണം എന്ന് മാത്രമേ ഞാൻ പറയൂ. മെട്രോയും എയിംസും ഒക്കെ നമുക്ക് പിന്നെ ചർച്ചിക്കാം കേട്ടോ. നമുക്ക് അടിസ്ഥാന ജീവിത തത്വങ്ങൾ, അതിൽ ആമ എന്താണ്, ആമയുടെ മുട്ട എന്താണ്, തേങ്ങ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ തൽക്കാലം ചർച്ച ചെയ്യേണ്ടത്. നമസ്കാരം. പ്രേം നസീർ, അതിൽ തന്നെ ഉണ്ട് പ്രേം. നമ്മൾ എത്ര എപ്പിസോഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആ പറഞ്ഞ കഥകളിലൊക്കെ നമുക്കറിയാവുന്നത് സൗമ്യഭാവത്തിൽ എല്ലാ പേരോടും പെരുമാറുന്ന താരരാജാവിൻ്റെ ഭാരമെടുത്ത് തലയിൽ വയ്ക്കാത്ത, നമ്മൾ ആമുഖമായിട്ട് പറഞ്ഞ ആളിൻ്റെയൊക്കെ തലയിലിരിക്കുന്ന ഭാരം കാണണം. നസീർ സാറിന് അതൊന്നുമില്ലായിരുന്നു. ആരോടും നന്നായി സഹകരിക്കുന്ന മനുഷ്യൻ എന്ന നിലയ്ക്കാണ് നമുക്ക് നസീർ സാറിനെ അറിയാവുന്നത്. വളരെ സ്ട്രിക്റ്റായ, പറയേണ്ടതും ചെയ്യേണ്ടതും ആരോടും കൃത്യമായി തന്നെ പറയുന്ന മനുഷ്യനായിരുന്നു പ്രേം നസീർ എന്ന് അധികം പേർക്ക് അറിയില്ല. പറയേണ്ടത് കർക്കശമായി പറഞ്ഞിരിക്കും, ചെയ്യേണ്ടത് കൃത്യതയോടെ ചെയ്തിരിക്കും. അത് പക്ഷേ നമ്മൾ ഇതുവരെ നസീർ സാറിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല.
സൗമ്യ സ്വഭാവക്കാരൻ ഇടഞ്ഞാൽ പിടിച്ചാൽ നിൽക്കില്ല എന്നാണ് പണ്ടുള്ളവർ പറയാറ്. ആരോടും നന്നായി ഇടപഴകുന്ന നസീർ സാറിന് ദേഷ്യം വന്നാൽ കണ്ണ് കാണാത്ത അവസ്ഥയാണ് എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. 3 പെൺകുട്ടികൾക്കിടയിൽ ഒരാൺകുട്ടിയായ ഷാനവാസ് നസീർ സാറിൻ്റെ കയ്യിൽ നിന്നും പൊതിര തല്ല് വാങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ, അച്ഛനിൽ നിന്നെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. 4 മക്കളാണല്ലോ, അതിൽ 3 പേരും പെൺകുട്ടികളാണ്, ഒരേ ഒരാണേ ഉള്ളൂ. പക്ഷേ നസീർ സാറിൻ്റെ ഇന്ന് നല്ല പൊതിര തല്ല്, അതും ബെൽറ്റ് കൊണ്ട്, പാൻസിൽ ഇട്ടിരിക്കുന്ന ബെൽറ്റ് ഊരിയായിരുന്നു നസീർ സാർ അടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അത്രയ്ക്ക് തല്ലുള്ളിത്തനം ഷാനവാസ് ചെയ്തിട്ടുമുണ്ട്. കാരണം എന്താ പറയുന്നേ, ജനിച്ചത് തന്നെ കുബേരനായിട്ടല്ലേ. ആദ്യത്തെ 2 പെൺകുട്ടികളെ വേണമെങ്കിൽ അദ്ദേഹം മാറി മാറി താമസിച്ച വീടുകളിലൊക്കെ താമസിച്ചിരുന്ന സമയത്തൊക്കെയാണെന്ന് പറയാം. പക്ഷേ ഷാനവാസക്കായപ്പോൾ അദ്ദേഹം പണം കായ്ക്കുന്ന മരമായി മാറിയില്ല. അപ്പോൾ ഷാനവാസിൽ അല്ലല്ല എന്തെന്നറിയാത്തതുകൊണ്ടായിരിക്കണം ചെറിയ കുഴപ്പങ്ങളൊക്കെ ഒരു മദ്രാസിൽ കാണിച്ചിട്ടുണ്ട്. 3 പെൺകുട്ടികൾക്കിടയിൽ ഒരു ആൺതരിയായ ഷാനവാസ് ഈ പൊതിര തല്ല് വാങ്ങും എന്ന് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് അതിശയമാണ് തോന്നിയത്. 2-3 ആഴ്ചത്തെ ചിത്രീകരണവുമായി കേരളത്തിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ പോയി മടങ്ങുമ്പോൾ ഷാനവാസിനെ പറ്റി ഒരു കുന്നു പരാതി ഉണ്ടാവും അദ്ദേഹത്തിന് കേൾക്കാൻ. ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തിൽ പുറത്തു നിന്നും ഷാനവാസ് വന്നാൽ ആദ്യം ചോദ്യം ചെയ്യലും പിന്നെ ബെൽറ്റ് ഒരു ശിക്ഷ നടപ്പിലാക്കി ചെയ്യുന്നതായിരുന്നു നസീർ സാറിൻ്റെ പതിവ്. ചെയ്ത കുറ്റങ്ങൾ ഷാനവാസ് തമാശ പോലെ പറയുമ്പോൾ നമ്മളറിയാതെ, കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളറിയാതെ മൂക്കത്ത് വിരൽ വെച്ച് പോകും. എല്ലാം കൃത്യമായി നസീർ സാറിനെ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുക്കാൻ വിശ്വസ്തരായ സ്പൈ ടീം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനസാക്ഷിയായ ആളുകൾ തന്നെയാണ് നസീർ സാറിനെ അറിയിക്കുന്നത്. സാറേ, ഇന്നലെ ഷാനവാസ് ഇങ്ങനൊരു വേല കാണിച്ചു, നസീർ സാറേ ഷാനു ഇങ്ങനൊരു വൃത്തികേട് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി അദ്ദേഹം വരുമ്പോഴേക്കും പറഞ്ഞു കൊടുക്കാൻ നല്ല സത്യസന്ധരായ ആൾക്കാരെ പുള്ളി വച്ചിരുന്നു. ഒരിക്കൽ നസീർ സാറിൻ്റെ വിശ്വസ്തനായ CN കൃഷ്ണൻകുട്ടി എന്നോടൊരു കഥ പറഞ്ഞു. ഇന്ത്യയിൽ ഇറങ്ങുന്ന ഏത് കാറ് വേണം എന്ന് ഷാനവാസ് ആവശ്യപ്പെട്ടാലും അപ്പോൾ വാങ്ങിക്കൊടുക്കുമായിരുന്നു നസീർ സാർ. ചെറുപ്പമല്ലേ, എന്തോ പ്രശ്നത്തിനൊടുവിൽ ഒരു അടിപിടി കേസിൽപ്പെട്ട് ഷാനവാസ് പോലീസ് കസ്റ്റഡിയിലായി. ഇതൊക്കെ പറയുമ്പോൾ നിഷേധിക്കാൻ ഇപ്പോൾ ആളുകൾ വരും. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. നസീർ സാറിൻ്റെ 100 ഇരട്ടി നല്ലവനായിരുന്നു ഷാനവാസ് എന്ന് പറഞ്ഞു. ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിൽ പറ്റുന്നതാണ്. ഇക്കാര്യം പറഞ്ഞ നസീർ സാർ അക്ഷോഭ്യനായി തൻ്റെ പണി തുടർന്നു, അഭിനയം തുടർന്നു. മോഹിങ്ങിനകത്തായി എന്നറിഞ്ഞിട്ട് പോലും പുള്ളി ഒന്നും പ്രതികരിച്ചില്ല. മദ്രാസ് ഭരിക്കുന്ന കരുണാനിധിയോടോ MGRനോടോ ആരുടെ ആയാലും ഒരു ഫോൺ കോൾ മതി പ്രേം നസീറിൻ്റെ മകനെ ഇറക്കിവിടാൻ. പക്ഷേ അദ്ദേഹം അത് ചെയ്യില്ല. ആ വിഷയം വീട്ടിൽ സംസാരിക്കുക പോലുമില്ല. ചിറയൻകീഴ് രാമകൃഷ്ണൻ നായരോ, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നല്ലോ ചിറയൻകീഴ് രാമകൃഷ്ണൻ നായരോ, അനുജൻ പ്രേംനവാസോ അല്ലെങ്കിൽ CN കൃഷ്ണൻകുട്ടിയോ പോലുള്ള നസീർ സാർ പറയാതെ പോയി ഇറക്കി കൊണ്ടുവരാൻ ആളുകളുണ്ടായിരുന്നു. അവരിൽ ആരെങ്കിലും ആയിരിക്കും പോകുന്നത്. കൃത്യമായി അച്ഛൻ അറിഞ്ഞിരിക്കുമെന്ന് ഷാനവാസിനറിയാം. മുന്നിൽ ചെന്ന് പെടാതെ ഷാനവാസ് തത്തിക്കളിക്കും. എപ്പോൾ കൺമുന്നിൽ കിട്ടുന്നോ അപ്പോൾ നസീർ സാറ് ശിക്ഷ നടപ്പിലാക്കിയിരിക്കും. ഏത് ബെൽറ്റ് ഊരിയടി. കുറേയൊക്കെ കുഴപ്പക്കാരനായത് ബോർഡിങ്ങിലെ പഠനമായിരിക്കാമെന്നാണ് ഷാനവാസ് പറയുന്ന ന്യായം. അപ്പം ഞാൻ ചോദിച്ചു, എന്നോട് പറഞ്ഞതാണ്, ദിനേശ അത് നമ്മൾ ഇങ്ങനെ ബോർഡിങ്ങിലൊക്കെ വളർന്നതല്ലേ, സ്നേഹമൊന്നും കിട്ടാതെയൊക്കെ വളർന്നപ്പോൾ നമ്മൾ വേറെ പല വഴികളിലൂടെയൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു, നിങ്ങളുടെ അനുജത്തിയും ബോർഡിങ്ങിലായിരുന്നല്ലോ, നിങ്ങൾ 2 പേരുമാണല്ലോ ബോർഡിങ്ങിൽ പഠിച്ചത്, എന്താ നിങ്ങളുടെ അനുജത്തി വഴി തെറ്റാത്ത എന്ന് ചോദിച്ചപ്പോൾ ഷാനവാസിൻ്റെ ഒരു നാണത്തോടുള്ള ചിരി കാണണമായിരുന്നു. ഉത്തരം മുട്ടിപ്പോയി. 1 മാസത്തോളം സുൽത്താൻ ബത്തേരിയിലെ ലൗന എന്ന് പറഞ്ഞ ഹോട്ടലിലെ വാസത്തിനിടയിൽ കുറേ കഥകൾ എനിക്ക് ഷാനവാസ് പറഞ്ഞു തന്നു. വയനാട്ടിൽ നിന്നാണ് അച്ഛൻ വിജയ ആശുപത്രിയിലായപ്പോൾ ഷാനവാസ് ചെന്നൈക്ക് പോയത്. മടങ്ങി വരുമ്പോൾ വളരെ സില്ലി കേസ് പോലെയാണ് മറുപടികൾ ഷാനവാസ് പറഞ്ഞിരുന്നത്. കാരണം എനിക്ക് ഉറപ്പാണ് ഷാനവാസ് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അച്ഛൻ ഈ അസുഖത്തോടുകൂടി ഈ ലോകം വിട്ടു പോകുമെന്ന് അയാൾ കരുതിയതേയില്ല. വളരെ സില്ലിയായിട്ടാണ് അയാൾ പറയാറ്. ചെറിയ പനി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുമായിരുന്നു. നമ്മൾ ഷാനവാസിൻ്റെ കഥ പറയാനല്ല തുടങ്ങിയത്. നസീർ സാറിൻ്റെ
കാർക്കശ്യത്തെപ്പറ്റി പറയാനാണ്. ഷാനവാസിൽ തുടങ്ങി എന്നേ ഉള്ളൂ. പത്രക്കാരോട് എന്നും സൗഹൃദം സ്ഥാപിച്ചിട്ടുള്ള സിനിമാക്കാരനാണ് നസീർ സാർ. അവർക്ക് മാസ ശമ്പളം പോലെ ഒരു തുക കൃത്യമായി നൽകിയിരുന്നു ആ വലിയ മനുഷ്യൻ. വർഷത്തിൽ 2 പ്രേം നസീർ സ്പെഷ്യൽ അടിച്ചിരുന്ന ആളായിരുന്നു സിനിമാ മാസിക ശങ്കരൻ നായർ. അദ്ദേഹത്തെ അകമഴിഞ്ഞ് സഹായിക്കുന്ന വ്യക്തിയായിരുന്നു പ്രേം നസീർ. വർഷം തോറും സിനിമാ മാസിക ഫിലിം അവാർഡ് നടത്തും ശങ്കരൻ നായർ. എല്ലാ വർഷവും കോട്ടയത്ത് നടത്തുന്ന അവാർഡ് ദാനത്തിലെ മുഖ്യ അതിഥി പ്രേം നസീർ ആയിരിക്കും. എങ്കിലേ ആൾ കയറും. അത്ര ആത്മാർത്ഥ ബന്ധമുള്ളവരായിരുന്നു നസീർ സാറും ശങ്കരൻ നായർ, സിനിമാ മാസിക ശങ്കരൻ നായരും. ആ ശങ്കരൻ നായർക്ക് പടേന്ന് ഒറ്റയാടി കവിളത്ത് കൊടുത്തയാളാണ് പ്രേം നസീർ. അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് തന്നെ എനിക്കിപ്പോഴും സംശയമുണ്ട്. ഒറ്റയടി അടിച്ചു കൊടുത്തു, കോട്ടയത്ത് ആയിരക്കണക്കിന് ആളുകളുടെ നടുവിലിട്ട്. സിനിമാ മാസികയുടെയും ചിത്രരമ വാരികയുടെയും പത്രാധിപരാണ്. നല്ല രാഷ്ട്രീയ ബന്ധമുള്ള ആളാണ്. നസീർ സാറിനോട് വലിയ അടുപ്പമുള്ള ആളാണ്. എന്നിട്ടും ആരോടും ദേഷ്യപ്പെടാത്ത, എല്ലാവരോടും നന്നായി പെരുമാറുന്ന, ഒരു വാക്കുകൊണ്ട് പോലും ആരെയും നോവിക്കാത്ത വലിയ വ്യക്തിത്വമാണല്ലോ പ്രേം നസീർ. എന്നാൽ തൻ്റെ നിയന്ത്രണമെല്ലാം വിട്ട് ശോഭിച്ച് അപൂർവ മുഹൂർത്തങ്ങളിലൊന്നായിരുന്നു ശങ്കരൻ നായരെ തല്ലിയ സംഭവം. എറണാകുളത്ത് നടന്ന ഒരു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങാണ്. അതിഥിയായി സർക്കാർ ക്ഷണിച്ചു കൊണ്ടുവന്നത് നസീർ സാറിനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുൻനിരയിലെ ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ അതാ വരുന്നു ശങ്കരൻ നായർ. പ്രേം നസീറിൻ്റെ അടുത്തായി ശങ്കരൻ നായർ ഇരുന്നു. എങ്ങനെയോ ഒരു അബദ്ധം പറ്റുകയായിരുന്നു ശങ്കരൻ നായർക്ക്. അല്പം അടിച്ചിട്ടുണ്ട്, അതാണ് പ്രശ്നം. മിത്രങ്ങളായ 2 പേരും കുശലങ്ങൾ കൈമാറി തമാശകൾ പലതും പറഞ്ഞു. അപ്പം നസീർ സാറാണെങ്കിൽ പൊട്ടി ചിരിക്കും. നല്ല മനോഹരമായ ചിരിയാണ് നസീർ സാറിൻ്റെ. ഇതിനിടയിൽ ശങ്കരൻ നായരുടെ വർത്തമാനത്തിൻ്റെ ടോണങ്ങ് മാറി. സംസാരവും പെരുമാറ്റവും ഒക്കെ നിലവിട്ടു. ഫിറ്റാണ് കക്ഷിയെന്ന് നസീർ സാറിന് ബോധ്യമായി. അദ്ദേഹം പലവട്ടം ഉപദേശ രൂപേണ വിലക്കി. ശങ്കരൻ നായർ പക്ഷേ അത് വകവച്ചില്ല. ശങ്കരൻ നായർ പൊതുവേദിയാണ്, അല്പസംയമനം പാലിക്കൂ എന്നൊക്കെ നസീർ സാർ പറഞ്ഞു കാണും. പക്ഷേ ശങ്കരൻ നായർ അതൊന്നും വകവച്ചില്ല. വീണ്ടും തൻ്റെ ചെയ്തികൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു അദ്ദേഹം. സദസ്സിലെ ആളുകൾ ഈ കലാപരിപാടി ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നസീർ സാറിൻ്റെ എന്താ പറയുക, പ്രേം നസീർ എന്ന ക്ഷമയുടെ മൂർത്ത രൂപത്തിൻ്റെ നിയന്ത്രണം തന്നെ വിട്ടുപോയി. പ്രേം നസീർ ശങ്കരൻ നായരുടെ കവിളത്ത് ആഞ്ഞൊരടി, ഒരു 1.5 അടി അങ്ങ് പാസ്സാക്കി. വെടി പൊട്ടുന്ന ശബ്ദം കേട്ട് നോക്കിയവരൊക്കെ അതിശയിച്ചു പോയി. അതുവരെ കണ്ടിട്ടില്ലാത്ത മുഖമായി പ്രേം നസീർ നിൽക്കുന്നു. പിറ്റേന്നത്തെ പ്രധാന പത്രങ്ങളിലൊക്കെ ഈ വാർത്ത വലിയ ഹെഡിങ്ങായി വന്നു. ഒരു പത്രം പോലും തങ്ങളുടെ അംഗമായ ശങ്കരൻ നായരെ ന്യായീകരിച്ചതേയില്ല. കാരണം അടി വാങ്ങേണ്ടവൻ തന്നെ എന്നുള്ള രീതിയിലാണ് എല്ലാവരും വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അത്രയ്ക്ക് മോശമായിട്ടായിരുന്നു ശങ്കരൻ നായരുടെ ഡയലോഗുകൾ. ശങ്കരൻ നായരുടെ ഭാഗത്താണ് തെറ്റ് എങ്കിലും താൻ ഒരിക്കലും അടിക്കാൻ പാടില്ലായിരുന്നു എന്ന കുറ്റബോധം നസീർ സാറിനെ വല്ലാതെ അലട്ടി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശങ്കരൻ നായരെ വിളിച്ച് നസീർ സാറ് തന്നെ പിണക്കം മാറ്റി. മാത്രമല്ല, സിനിമാ മാസിക അവാർഡിന് കോട്ടയത്ത് അദ്ദേഹം വീണ്ടും മുഖ്യ അതിഥിയായി ചെല്ലുകയും ചെയ്തു. ആഡിറ്റോറിയത്തിലേക്ക് പ്രേം നസീർ കടന്നു വരുന്നത് കണ്ട സഹപ്രവർത്തകരാണ് ഇത്തവണ ഞെട്ടിയത് ശരിക്കും. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ അടിയും കൊടുത്തിട്ട് അവിടെ വരുമെന്ന്. അന്നത്തെ പ്രസംഗത്തിൽ പരസ്യമായി ശങ്കരൻ നായരോട് ക്ഷമ പറയാനും പ്രേം നസീറിന് ഒരു മടിയുമില്ലായിരുന്നു. പ്രേം നസീറിനെ പോലൊരു സൂപ്പർ സ്റ്റാർ വലിയൊരു ജനാവലിയുടെ മുന്നിൽ വെച്ച് താൻ തല്ലിയതിന് ക്ഷമ ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സ്വഭാവ ശുദ്ധിയായി കണ്ടു കാണികൾ. അവർ നിർത്താതെ കൈയടിച്ച് സപ്പോർട്ട് ചെയ്തു. ഇന്നത്തെ പ്രശസ്ത തിരക്കഥാകൃത്തായ കലു ഡെന്നീസ് അന്ന് ചിത്രപൗർണമി സിനിമാ വാരിക നടത്തുന്ന കാലമാണ്. ശങ്കരൻ നായരെ തല്ലിയത് ന്യായീകരിച്ച് പത്രങ്ങളെല്ലാം എഴുതിയതിൽ ഒരു അഭംഗി തോന്നി കലൂരാൻ. അത് ശരിയല്ലല്ലോ എന്നുള്ള ഒരു പത്രാധിപരല്ലേ, അയാളെ തല്ലിയതിനെ എല്ലാ പത്രക്കാരും സപ്പോർട്ട് ചെയ്തു. വർഷത്തിൽ 2-3 നസീർ പിറക്കുന്ന ശങ്കരൻ നായർ മദ്യലഹരിയിൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ കാണിച്ചെങ്കിൽ തന്നെ പ്രേം നസീർ അടിക്കാൻ പാടില്ലായിരുന്നു എന്ന് പക്ഷക്കാരനായിരുന്നു കല്ലു ഡെന്നീസ്. പുതിയ ലക്കം ചിത്രപൗർണമിയിൽ ഈ വ്യൂ പോയിന്റിൽ കലൂരാൻ ഒരു ലേഖനം എഴുതിയങ്ങ് കാച്ചി. പ്രേം നസീറിനെ
നന്നായി അതിൽ കുറ്റപ്പെടുത്തിയിരുന്നു. ഏതോ സിനിമയിൽ പ്രേം നസീറും KP ഉമറും അടികൂടുന്ന സ്റ്റണ്ട് ചെയ്യുന്ന ഒരു സ്റ്റില്ലും കൂടെ ഈ വാർത്തയുടെ കൂടെ ഇട്ട് കൊടുത്തു. അടികൂടുന്ന പടം. വാരിക വായിച്ചവരൊക്കെ കലൂരാനെ കുറ്റം പറഞ്ഞു വെച്ചു. കലൂരാൻ്റെ എന്താ പറയുക, പത്രക്കാരൻ്റെ രോഷമായിരുന്നു ചിത്രപൗർണിയിൽ വെച്ച് കാച്ചിയത്. കുറേ നാൾ കഴിഞ്ഞ് പ്രേം നസീറിൻ്റെയും ശങ്കരൻ നായരുടെയും സീറ്റിനടുത്തിരുന്ന ഒരാൾ യാദൃച്ഛ്യമായി കലൂരാനെ കാണാനിടയായി. ശങ്കരൻ നായർ പ്രേം നസീറിനോട് അത്രയ്ക്ക് മോശമായി പെരുമാറിയത് കൊണ്ടാണ് നസീർ സാർ അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നറിഞ്ഞപ്പോൾ, അയാൾ പറഞ്ഞ് കേട്ടപ്പോൾ കലൂരാന് വിഷമമായി. ശങ്കരൻ നായരുടെ ഭാഗത്തു നിന്നാണ് തെറ്റെങ്കിലും ഞാൻ ഒരിക്കലും അടിക്കാൻ പാടില്ലായിരുന്നു എന്ന കുറ്റബോധം പ്രേം നസീറിനെയും അസ്വസ്ഥനാക്കിയിരുന്നു. ആ ഒറ്റ അടിയിൽ അതുവരെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഇമേജ് അല്ലേ തകർന്നു വീണത്. പ്രായശ്ചിത്തം എന്ന കണക്കാണ് അദ്ദേഹം അങ്ങോട്ട് വിളിച്ച് പിണക്കം തീർത്തത്. ശങ്കരൻ നായരെ ക്ഷമിക്കൂ കേട്ടോ, അന്നത്തെ നിങ്ങളുടെ ബോറായ പെരുമാറ്റത്തിൽ ഞാൻ തല്ലാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് സോൾവ് ചെയ്തു. മരണം വരെയും പിന്നെ ശങ്കരൻ നായർ പ്രേം നസീറിൻ്റെ മനസാക്ഷിയായിരുന്നു. 4-5 വർഷങ്ങൾ കഴിയുമ്പോൾ ചിത്ര പൗർണമിയൊക്കെ ചുരുട്ടിക്കെട്ടി തിരക്കഥാകൃത്തായി മാറി കലൂർ ഡെന്നിസ്. കലൂരാൻ തിരക്കഥ എഴുതിയ രക്തം എന്ന് പറഞ്ഞ ജോഷി സംവിധാനം ചെയ്ത രക്തത്തിൽ അഭിനയിക്കാനായി പ്രേം നസീർ ലൊക്കേഷനിൽ വന്നു. രക്തത്തിൽ മധുസാറും സോമേട്ടനും നസീർ സാറുമാണല്ലോ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. ജോഷി സാറാണ് സംവിധാനം. ഷൂട്ടിംഗ് ഇടവേളകളിൽ നസീർ സാറുമായി സംസാരിച്ചിരിക്കുക എന്നതായിരുന്നു കലൂരാൻ്റെ ജോലി. മറ്റുള്ള നടന്മാരിൽ നിന്നും കിട്ടാത്തത്ര പോസിറ്റീവ് എനർജി നമ്മളിൽ വന്നു ചേരും നസീർ സാറിൻ്റെ അടുത്തിരുന്നാൽ എന്നാണ് കലൂരാൻ പറയാറ്. ഒരു ദിവസം സംസാര വിഷയം മമ്മൂട്ടിയും മോഹൻലാലും ആയിരുന്നു. അവർ രണ്ടുപേരും ഓടി നടന്ന് സിനിമകളിൽ അഭിനയിക്കുന്നതായിരുന്നു സബ്ജക്റ്റ്. അവർ രണ്ടുപേരും നല്ല കഥാപാത്രങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് സെലക്റ്റീവ് ആകാൻ പോകുന്നു എന്ന പത്രവാർത്ത വന്നതിനെ പറ്റിയായിരുന്നു കലൂരാൻ്റെ ചോദ്യം. സാറേ, ഇപ്പോൾ ഓടി കിടന്ന് 10-30 ഒക്കെ പടത്തിൽ അഭിനയിക്കുന്നുണ്ട്, പക്ഷെ അവരിതാ പറയുന്നു അടുത്ത വർഷം മുതൽ രണ്ടുപേരും സെലക്റ്റീവ് ആകാൻ പോകുന്നു എന്ന് പറയുന്നു. സാറിൻ്റെ അഭിപ്രായം എന്താ? സിനിമ വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. വിജയിക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും പടമെടുക്കുന്നത്. നമ്മൾ സെലക്റ്റീവായി വർഷത്തിൽ 4 ചിത്രങ്ങളിൽ അഭിനയിച്ചാലും അതിൽ 2 എണ്ണം ഓടും, 2 എണ്ണം പൊട്ടും. നസീർ സാർ പറയുക, 10 എണ്ണം ചെയ്താൽ 5 എണ്ണം ഓടിയാൽ ഭാഗ്യം. വർഷത്തിൽ 35 സിനിമ വരെ അഭിനയിച്ചിട്ടുള്ള എൻ്റെയും പകുതി സിനിമകൾ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിനിമയുടെ തലവര അങ്ങനെയാണ്. കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ചാലല്ലേ നമ്മളെ വെച്ച് പടമെടുത്ത് പൊളിഞ്ഞ നിർമ്മാതാക്കൾക്ക് ഉടനെ ഒരു ഡേറ്റ് കൊടുത്ത് സഹായിക്കാനാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി രാവിലെ 7 മുതൽ പുലർച്ചെ 2 വരെ പല ഷിഫ്റ്റുകളിലായി 3-4 സിനിമകളിൽ വരെ ഒരു ദിവസം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇന്നുള്ള പലർക്കും പൊളിഞ്ഞ ചിത്രത്തിൻ്റെ നിർമ്മാതാവിനെ കാണുന്നത് തന്നെ ചതുർത്ഥിയാണ്. ഇതാണ് നസീർ സാറിൻ്റെ കാഴ്ചപ്പാട്. ഒരു കഥ കൂടി കലൂരാൻ സാക്ഷിയായത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമിത സ്വാതന്ത്ര്യം എടുക്കുന്നവരെ വകവച്ച് കൊടുക്കുന്ന ശീലക്കാരനായിരുന്നില്ല നസീർ സാർ. നല്ല കമ്പനിയാണ് എല്ലാവരുമായിട്ട്, പക്ഷേ തലയിൽ കയറിയിരുന്ന് ഞോടാൻ തുടങ്ങിയാൽ വകവച്ച് കൊടുക്കില്ല, അത് ഇനി ഏത് വമ്പനായാലും. MD ജോർജ് എന്ന സ്ഥിരോത്സാഹിയായ മനുഷ്യനെ ഈ പ്രോഗ്രാം കാണുന്ന എത്ര പേർക്ക് അറിയാം? ഈ പ്രോഗ്രാം കാണുന്നവരില്ലെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വാർത്താ മാധ്യമങ്ങളിൽ അദ്ദേഹം നിറഞ്ഞു നിന്നിട്ടില്ല. ഒരു കാലത്തെ പ്രശസ്തമായ വിതരണ കമ്പനിയായിരുന്നു ഏഞ്ചൽ ഫിലിംസ്. അതിൻ്റെ ഉടമസ്ഥനായിരുന്നു MD ജോർജ്. ഒരു മുറി വീട്ടിൽ, ഒറ്റ മുറിയുള്ള ഒരു കുഞ്ഞു വീട്ടിൽ, വാടക വീട്ടിൽ താമസിച്ച് അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിതം തുടങ്ങിയത്. MD ജോർജ് എന്ന ഏഞ്ചൽ ഫിലിംസ് ജോർജ്. ചെറിയ ചെറിയ ബിസിനസ്സുകൾ, ചിത്രകൗമുദി എന്ന വാരിക, ഹിന്ദി സിനിമകളുടെ വിതരണം, ഇങ്ങനെ പലതായിരുന്നു ആദ്യകാലത്തെ ജീവിത വഴികൾ. പിന്നെ മലയാളത്തിലെ വലിയ നിർമ്മാതാവും വിതരണക്കാരനും ഒക്കെയായി MD ജോർജ് വളർന്നു. ചിത്ര പൗർണമി തുടങ്ങും മുൻപ് വരെ ചിത്രകൗമുദിയിലെ സ്ഥിരം എഴുത്തുകാരനായിരുന്നു കലൂർ ഡെന്നിസ്. ചിത്രകൗമുദി എന്ന് പറഞ്ഞാൽ MD ജോർജ് നടത്തുന്ന പത്രമാണ്. അതിലെ സ്ഥിരം നോവൽ എഴുതുകയും തമിഴ് സിനിമകളുടെ നിരൂപണം നടത്തുകയും ഒക്കെ ആയിരുന്നു ഈ ചിത്രകൗമുദിയിൽ കലൂരാൻ ചെയ്തുകൊണ്ടിരുന്നത്. AN രാമചന്ദ്രൻ എന്ന ആളെ സഹായിക്കാനായി കാശ് മുടക്കി പ്രേം നസീർ തുടങ്ങിക്കൊടുത്ത പ്രസിദ്ധീകരണമാണ് ചിത്രപൗർണമി. പ്രേം നസീറിൻ്റെ പുതിയ സിനിമകളുടെ സ്റ്റിൽസും വാർത്തകളും
ആദ്യം വരുന്ന വാരികയായിരുന്നു ചിത്രപൗർണമി. ഇപ്പോൾ ഇവിടെ മമ്മൂട്ടി ടൈംസ്, ഇത് മോഹൻലാൽ സ്പെഷ്യൽ എന്ന് എന്തൊക്കെ പറഞ്ഞ് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ പേരിൽ മാസികകൾ ഇറങ്ങുന്നുണ്ടല്ലോ. അതുപോലെ ആയിരുന്നു ചിത്രപൗർണമി. രാമചന്ദ്രൻ ഒരു നാൾ ചിത്രപൗർണമി പൂട്ടിക്കെട്ടി. ചെറിയൊരു തുക നൽകി ചിത്രപൗർണമിയെ കലു ഡെന്നീസ് സ്വന്തമാക്കി. ജോൺ പോള്, ആർട്ട് ഡയറക്ടറും പോസ്റ്റർ ഡിസൈനറും ഒക്കെ ആയ കിത്തോ ചേട്ടൻ, നമ്മുടെ MP ഒക്കെ ആയ സെബാസ്റ്റ്യൻ പോൾ മുതലായ സുഹൃത്തുക്കളെയും കൂട്ടിയാണ് കലൂരാൻ തൻ്റെ ചിത്രപൗർണമി തുടങ്ങിയത്. അത് പെട്ടെന്ന് ശ്രദ്ധേയമായി. അക്കാലത്ത് MD ജോർജിൻ്റെ ചിത്രകൗമുദി 1,00,000 കോപ്പി വരെ അടിച്ചിരുന്നു. 4 പരസ്യങ്ങൾ വന്നതിൻ്റെ 10 കോപ്പി തന്നാൽ ഒരു പുതിയ ലക്കം ഇറങ്ങി. അതിൽ 4 പരസ്യമുണ്ട്. ആ പരസ്യത്തിൻ്റെ ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് ഒരു 10 കോപ്പി ഇങ്ങോട്ടാ. ഞാൻ അതുകൊണ്ട് കൊടുത്ത് ആ പരസ്യത്തിൻ്റെ പൈസ വാങ്ങിച്ച് നിങ്ങൾക്ക് പ്രസ്സിൽ കൊണ്ടുവന്ന് അടച്ചിട്ട് നിങ്ങൾ എനിക്ക് പുതിയ ലക്കം തന്നാൽ മതി എന്ന് കാലെ പിടിച്ച് പറഞ്ഞാൽ പോലും MD ജോർജിന് അന്നുണ്ടായിരുന്ന ഒരു കണക്കപ്പിള്ള കൊടുക്കില്ലായിരുന്നു. അങ്ങനെ 10 കോപ്പിയും തരാക്കില്ല, എവിടെ നിങ്ങൾ പൈസ മറിച്ചുണ്ടോ, പൈസ കൊണ്ടുവന്നിട്ട് കോപ്പി എടുത്തോണ്ട് പോയാൽ മതി എന്ന് പറയും. വർഷങ്ങൾ കഴിയുമ്പോൾ ആ കണക്കപ്പിള്ള MD ജോർജിൻ്റെ എന്താ പറയുക കണക്കെഴുത്തുകാരനായി മാറി. അതാണ് കാലം. അങ്ങനെ വളർന്നയാളാണ് ഏഞ്ചൽ ഫിലിംസിൻ്റെ MD ജോർജ്. ഇടയ്ക്ക് MD ജോർജും കലൂരാനുമായി നന്നായി തെറ്റിയ ഒരു സംഭവമുണ്ട്. അതൊക്കെ പിന്നെ സംസാരിച്ച് തീർത്തു. ഒരു നാൾ MD ജോർജ് കലൂരാൻ്റെ ചിത്രപൗർണമിയുടെ ഓഫീസിലേക്ക് വന്നു. ഞാൻ പറയുന്ന കഥ 51 വർഷം മുമ്പുള്ളതാണേ. മുഖത്ത് പതിവിൽ കൂടുതൽ സന്തോഷം. ഒരു ആമുഖവും ഇല്ലാതെ MD ജോർജ് ഒരു പ്രഖ്യാപനം പോലെ ഞാൻ വന്ന കാര്യം പറഞ്ഞു. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം പോലെ തന്നെ ഞാനൊരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. SL പുരം ശശികുമാർ ടീമിനെയാണ് ഞാൻ ആ സിനിമ ഏൽപ്പിച്ചിരിക്കുന്നത്. നസീർ സാറാണ് നായകൻ. ചിങ്ങത്തിൽ ഷൂട്ടിംഗ് തുടങ്ങണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് മദ്രാസിൽ പോയി നസീർ സാറിനെ കാണണം, ഡേറ്റിൻ്റെ കാര്യം സംസാരിക്കും. അപ്പോൾ കലൂരാനൊരു സംശയം, നസീർ സാറിന് ഭയങ്കര തിരക്കല്ലേ, ഉടനെ ഡേറ്റ് കിട്ടുമോ? ഇതായിരുന്നു കലൂരാൻ്റെ ന്യായമായ സംശയം. അദ്ദേഹം തുറന്ന് ചോദിച്ചു. നസീർ സാറിൻ്റെ ഡേറ്റ് എനിക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടും. വർഷങ്ങളുടെ ബന്ധമുള്ളവരല്ലേ ഞങ്ങൾ. എൻ്റെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് നസീർ സാറിനെ കാണാൻ പോകുമ്പം നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ കൂടെ വന്നാൽ നന്നായിരുന്നു എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു MD ജോർജ്. ഞാൻ മദ്രാസിൽ പോകുമ്പോൾ നിങ്ങളും വരണം. ജോൺ പോളിനെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ജോൺ പോൾ അന്ന് ഫെഡറൽ ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്. ചിത്രപൗർണമിയുടെ വർക്കുകളുള്ളതിനാൽ കലു ഡെന്നീസ് ഒന്നും മടിച്ചു പോവാൻ. പക്ഷേ പ്രേം നസീറിനെ നേരിട്ട് പരിചയപ്പെടാമല്ലോ എന്നോർത്തപ്പോൾ കൂടെ വരാമെന്ന് സമ്മതിച്ചു കലൂരാൻ. അപ്പോൾ നമുക്ക് ഈ വരുന്ന വെള്ളിയാഴ്ച നമ്പർ 20 മദ്രാസ് മെയിലിൽ പോകാമെന്ന് പറഞ്ഞു. ജോൺ പോളും സെബാസ്റ്റ്യൻ പോളും കിത്തോയും MD ജോർജുമായിട്ട് മദ്രാസിലേക്ക് ട്രെയിനിൽ യാത്രയായി. ടി നഗറിലുള്ള ഒരു സുധാര എന്ന് പറഞ്ഞ ഹോട്ടലിൽ റൂമെടുത്തു. കുളിച്ച് പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് 11 മണിയോടെ മുരുകാലയ സ്റ്റുഡിയോയിൽ നസീർ സാറിനെ കാണാനായി ഈ 4 സംഘം ഇറങ്ങി. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കലൂരാൻ ആദ്യം കണ്ട കാഴ്ച മലയാളത്തിലെ പ്രശസ്തരായ താരങ്ങൾ എല്ലാം അവിടെ നിരന്നിരിക്കുന്നു. ജയഭാരതി, വിധുബാല, KP ഉമ്മർ, മീന, അടൂർബാസി, ശങ്കരാടി, ജോസ് പ്രകാശ് എല്ലാവരും ചുറ്റും കൂടിയിരുന്ന് പ്രേം നസീറിനോട് സൊറ പറയുകയാണ്. തമാശകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. MD ജോർജ് വരുന്നത് കണ്ട് സൗഹൃദ പുഞ്ചിരി പൊഴിച്ച് പ്രേം നസീർ ഒഴികെയുള്ളവർ ഫ്ലോറിലേക്ക് പോയി. നസീർ സാറിനെ കാണാനാണ് വരുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അവരെല്ലാവരും അകത്തേക്ക് വലിഞ്ഞു. സ്വതസിദ്ധമായ ശൈലിയിൽ നസീർ സാർ വരണം ജോർജേ എന്ന് പറഞ്ഞു. കൂടെ പോയ ഈ 3 സംഘം അല്പം മാറി നിന്നു. കാരണം അവർക്ക് പരിചയമില്ലല്ലോ, പയ്യന്മാരല്ലേ. കൂടെ വന്നവർ അകലം പാലിക്കുകയാണെന്ന് MD ജോർജിന് മനസ്സിലായി. അതാണല്ലോ ഞാൻ വന്നിരുന്നിട്ടും നസീർ സാറിൻ്റെ അടുത്തിരുന്നിട്ട് ഇവർ ദൂരെ മാറിയിരിക്കുന്നതെന്ന്. 3 വിളിച്ച് പ്രേം നസീറിനെ പരിചയപ്പെടുത്താനുള്ള മര്യാദ MD ജോർജ് കാണിച്ചു. ഇതെൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് കലു ഡെന്നീസ്, ജോൺ പോൾ, ആർട്ടിസ്റ്റ് കിത്തോ. ഇവരിൽ കലൂരാനെ അറിയാം എന്നുള്ള രീതിയിൽ നസീർ സാർ പ്രതികരിച്ചു. കാരണം രാമേന്ദ്രൻ്റെ നിന്ന് ചിത്രപൗർണമി വാങ്ങിച്ചത് ഈ കലൂരാനാണെന്നോ അല്ലെങ്കിൽ ശങ്കരൻ നായരെ അടിച്ചത് മോശമായിപ്പോയി എന്ന് എഴുതിയ ആളാണെന്നോ എന്തോ ഇതിൽ നസീർ സാറിന് ആളിനെ മനസ്സിലായി.
അത് ആ മുഖത്ത് പ്രകടമായി. നസീർ സാർ തുടങ്ങിക്കൊടുത്ത രാമചന്ദ്രൻ്റെ ചിത്രപൗർണമി വാങ്ങിയത് കല്ലു ഡെന്നിസ് ആണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരിക്കും. രാമേന്ദ്രൻ പറഞ്ഞു കാണും, എനിക്കൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞു കാണും. ആമുഖമായി എന്തോ പറഞ്ഞ ശേഷം MD ജോർജ് വിഷയത്തിലേക്ക് കടന്നു. എല്ലാം കേട്ടിരുന്ന ശേഷം നസീർ സാറിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: എന്താ ജോർജ്, എന്നോട് ചോദിക്കാതെ ഷൂട്ടിംഗ് ഡേറ്റ് തീരുമാനിക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാ? ആ ഡേറ്റ് ഞാൻ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി നിങ്ങൾ അന്വേഷിക്കണ്ടേ? നമ്മൾ തമ്മിലുള്ള അടുപ്പം വെച്ച് മറ്റുള്ളവർക്ക് കൊടുത്ത ഡേറ്റ് നിങ്ങൾക്ക് മാറ്റിത്തരാൻ പറ്റുമോ? എനിക്ക് പലരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവാം, ഞാനത് ചെയ്യില്ല എന്ന് തീർത്ത് പറഞ്ഞു. എത്ര അടുത്ത സുഹൃത്തായാലും ശരി, ഞാനിപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഡേറ്റ് ഒക്ടോബർ എന്ന് വെച്ചോളൂ, ഒക്ടോബർ വേറൊരാളിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് മാറ്റില്ല. അത് ജോർജ് അല്ല, ഇനി ആര് വന്നാലും മാറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കേട്ട MD ജോർജ് ഒന്ന് പതുങ്ങി, മുഖം രക്തയോട്ടം നിലച്ച പോലെയായി. കൂടെ വന്നവർ കേൾക്കാനിടയായോ എന്ന് MD ജോർജ് ഇടയ്ക്കിടെ നോക്കുന്നുണ്ട്. ഈ പറയുന്നത് ഇവർ കേൾക്കുന്നുണ്ടെന്ന്. കാരണം എപ്പോൾ ചെന്നാലും നസീർ സാറിൻ്റെ ഡേറ്റ് ഓക്കെ എന്നല്ലേ പറഞ്ഞു കൊണ്ടുവന്നേ. അപ്പോൾ ഞങ്ങൾ കേട്ടില്ല എന്നുള്ള രീതിയിൽ മൂവരും നിന്നു. ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ വന്ന് ഷോട്ട് റെഡി സാർ എന്നറിയിച്ചു. എഴുന്നേറ്റ് കൊണ്ട് ജോർജിനോടായി പറഞ്ഞു, ജോർജേ, ഞാൻ ഫ്ലോറിലേക്ക് ചെല്ലട്ടെ. ജോർജ് ഇപ്പോൾ പോകുന്നില്ലല്ലോ? ഇല്ല സാർ, എനിക്ക് പോയിട്ട് അത്യാവശ്യമായിട്ട് 1-2 പേരെ കാണാനുണ്ട്. അത് ശരി, എന്നാൽ പോയിട്ട് വരൂ. നടക്കും മുമ്പ് മൂവരെയും നോക്കി ഒരു നസീറിയൻ ചിരിച്ചു എന്നാണ് കലൂരാൻ പറയുന്നത്. അവരെയും വെറുതെ വിട്ടില്ല. നടക്കാൻ തുടങ്ങിയിട്ട് തിരിഞ്ഞ് അവരെ 3 പേരെയും നോക്കി കാണാം എന്നുള്ള രീതിയിൽ ചിരിച്ചിട്ട് അദ്ദേഹം പോയി. ഏത് സമയത്തും നസീർ സാറിൻ്റെ ഡേറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് ഈ 3 പേരെയും കൂട്ടി വന്ന MD ജോർജിൻ്റെ മുഖത്ത് ഒരു ജാലിതാഭാവം വറ്റാതെ കിടന്നു. ഒന്നും അറിയാത്ത പോലെ 3 പേരും പോയി കാറിൽ കയറി. യാത്രയിൽ MD ജോർജ് ചില നിരാശാമൊഴികളൊക്കെ കാച്ചിക്കൊണ്ടേയിരുന്നു. എന്നോടിങ്ങനെ കാണിക്കുമെന്ന് വിചാരിച്ചില്ല. ഞാനും പ്രേം നസീറുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് കാറിലിരുന്ന് ഡയലോഗ് അടിച്ചിട്ട് മറ്റാരും പ്രതികരിച്ചില്ല. ഇവരെ 3 പേരും റൂമിലാക്കിയ ശേഷം MD ജോർജ് പറഞ്ഞതുപോലെ ആരെയൊക്കെ കാണാനായി അദ്ദേഹം പോയി. സന്ധ്യയോടെ മടങ്ങി വന്നു. അദ്ദേഹത്തിൻ്റെ നിരാശ മാറ്റാനായി മൂവർ സംഘം ചില തമാശകൾ വച്ച് കാച്ചിയിട്ടും അദ്ദേഹം വഴങ്ങിയില്ല. ഭക്ഷണം വരുത്തി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ MD ജോർജ് പ്രഖ്യാപിച്ചു, നമ്മളൊരു സിനിമ കാണാൻ പോകുന്നു. ഇവിടെ അടുത്ത് രാജകുമാരി തിയേറ്ററിൽ സിരിസിരി മൂവ എന്നൊരു തെലുങ്ക് പടം കളിക്കുന്നുണ്ട്. ഇപ്പോൾ സിരിസിരി മൂവ, അതിലൊരു യങ് ഹീറോയിനുണ്ട്. അവൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ യാത്രാക്ഷീണം അനുവദിക്കുന്നില്ല എങ്കിലും ജോർജ് ഏട്ടന് വേണ്ടി 3 പേരും പോകാൻ തീരുമാനിച്ചു. സിനിമ തുടങ്ങി അല്പം കഴിയുമ്പോൾ ജോർജ് ഏട്ടൻ പറഞ്ഞ യങ് ഹീറോ കടന്നു വന്നു. 3 പേർക്കും ഇഷ്ടമാകാത്ത ഒരു കക്ഷി. നസീർ സാറിന് പകരം ഈ തെലുങ്ക് പയ്യനെ വെച്ചാണോ ജോർജ് ഏട്ടൻ പടം എടുക്കാൻ പോകുന്നതെന്ന് കലൂരാൻ ചോദിച്ചു. ഓരോരുത്തരുടെയും ദാക്ഷിണ്യത്തിനായി പുറകെ നടക്കുന്നതിലും ഭേദം ഈ പയ്യനെ വെച്ചെടുക്കുന്നതല്ലേ എന്നായി അതിന് മറുപടിയായി ജോർജ് ചോദിച്ച ചോദ്യം. പ്രേം നസീർ എന്ന ആത്മബന്ധു അവഗണിച്ചതിൻ്റെ അമർഷം ജോർജിൻ്റെ മനസ്സിൽ നിന്നും പൊന്തി വരികയാണ്. ജോർജ് ഏട്ടൻ എന്താ പറയുന്നത്? ഈ പയ്യനെ വെച്ച് പടമെടുത്താൽ ആ പടം 8 നിലയിൽ പൊട്ടുവന്ന കാര്യം ഉറപ്പാണ് എന്ന് കലൂരാൻ തറപ്പിച്ച് പറഞ്ഞു. ജോൺ പോളിനും ഇതേ അഭിപ്രായമായിരുന്നു. കിത്തച്ചേട്ടൻ പിന്നെ ഒന്നിനും പ്രതികരിക്കില്ല. ഇരുവരും വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ശരിയാണെന്ന് ജോർജിന് തോന്നി. ബാക്കി സിനിമ കാണാനിരിക്കാതെ MD ജോർജ് എണീറ്റ് പോയി. പിന്നാലെ 3 പേരും എണീറ്റ് പോയി. ഇന്നുള്ളവരെ പോലും കണ്ടില്ല. അന്ന് രാത്രി ഉറങ്ങി എഴുന്നേറ്റപ്പോഴും MD ജോർജ് നസീർ സാറിനോടുള്ള പിണക്കത്തിൻ്റെ കെട്ട് വിട്ടതുപോലെ തോന്നി. തലേദിവസം പറഞ്ഞ അത്രയും ചൂടില്ല. 3 വർഷം എന്തോ കഴിഞ്ഞിട്ട് ഏഞ്ചൽ ഫിലിംസ് തങ്ങളുടെ ആദ്യ ചിത്രം നിർമ്മിച്ചു. അതിലെ നായകൻ പ്രേം നസീർ തന്നെയായിരുന്നു. തുടർന്ന് MD ജോർജ് വലിയ നിർമ്മാതാവും ഏഞ്ചൽ ഫിലിംസ് എന്ന ബാനറുമായി വളർന്നു. ആരോരും അറിയാതെ ഓപ്പോൾ, ആരൂഢം, അക്ഷരങ്ങൾ, അവൾ വിശ്വസ്തയായിരുന്നു, തുറമുഖം, രക്തമില്ലാത്ത മനുഷ്യർ, ആരും അന്യരല്ല, പിച്ചാത്തി കുട്ടപ്പൻ തുടങ്ങി 30ഓളം സിനിമകൾ ഏഞ്ചൽ ഫിലിംസിൻ്റെ ബാനറിൽ നിർമ്മിക്കുകയോ ഏഞ്ചൽ ഫിലിംസ് വിതരണം ചെയ്യുകയോ ചെയ്തു. MD ജോർജിൻ്റെ ഏഞ്ചൽ ഫിലിംസ് ഒരു കാലത്ത് മലയാളത്തിൽ ഓപ്പോളൊക്കെ വരുന്ന കാലത്ത് ആരോരും അറിയാതെയൊക്കെ വരുമ്പോൾ വലിയ ബാനറായിരുന്നു. ഇത്രയും വലിയ നിർമ്മാതാവും വിതരണക്കാരനും പത്രാധിപരും ഒക്കെയായ MD ജോർജിൻ്റെ ഒരു പടത്തിനായി
പഴയകാല സിനിമാക്കാരെയൊക്കെ ഞാൻ വിളിച്ചു നോക്കി. ആരുടെ കയ്യിലും എം ടി ജോർജിൻ്റെ ഫോട്ടോ ഇല്ല. ജെ.സി. സാറിൻ്റെ 4 പടങ്ങൾ നിർമ്മിച്ച ആളാണല്ലോ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ വിതരണം ചെയ്ത ആളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ജെ.സി. സാറിൻ്റെ അനുജൻ ലേഔട്ട് നടത്തുന്ന വിതരണ സ്ഥാപനം നടത്തുന്ന എബ്രഹാം ലിങ്കനെ വിളിച്ചു. ഒരു പടവും എബ്രഹാം ലിങ്കൻ്റെ കയ്യിലുമില്ല. ജെ.സി. ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ജെ കുറ്റിക്കാടിനെ വിളിച്ചു. അയാളായിരുന്നു അവൾ വിശ്വസ്തയായിരുന്നു ഒക്കെ നിർമ്മിച്ചത്. അപ്പോൾ അങ്ങനെ വിളിച്ചാൽ ചിലപ്പോൾ പടം കിട്ടാൻ സാധ്യതയുണ്ട്, വിളിക്കാൻ ലിംഗം പറഞ്ഞു. ഞാൻ വിളിച്ചു. എൻ്റെ കയ്യിലും ഇല്ല ദിനേശേ. എം ടി ജോർജിൻ്റെ ഒരു മകളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, നോക്കട്ടെ എന്ന മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. മകളോട് ആ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് ചോദിക്കാം, അപ്പച്ചൻ്റെ 2 പടം തരാമുണ്ടോ എന്ന് ചോദിക്കാമെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ വിദേശത്താണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ കേരളത്തിൽ അവർക്ക് ഒരു ബന്ധവുമില്ല, വർഷങ്ങളായി വിദേശത്താണ്. പ്രൊഡ്യൂസർമാരുടെ സംഘടനയിലും ഞാൻ വിളിച്ചു. അവിടെയും എം ടി ജോർജിൻ്റെ സ്റ്റില്ലില്ല. പ്രശസ്തനായിട്ടും ഒരു നല്ല പടം പോലും ശേഷിപ്പിക്കാതെയാണ് എം ടി ജോർജ് ഈ ലോകത്തുനിന്ന് കടന്നു പോയത്. എം ടി ജോർജ് എന്ന ഏഞ്ചൽ ഫിലിംസ് ജോർജ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരുപാട് സ്വപ്നങ്ങളോടെ നസീർ സാറിനെ കാണാൻ പോയിട്ട്, ഞാൻ ചോദിച്ച ഏത് ഡേറ്റ് എന്ന് കിട്ടാത്തത് എന്ന് പറഞ്ഞ് പോയിട്ട്, ജോർജേ ഞാൻ പലർക്കും കൊടുത്തിരിക്കുന്ന ഡേറ്റ് മാറ്റി നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഇവിടെ പലരും ചെയ്യും പക്ഷേ ഞാൻ ചെയ്യില്ല എന്ന് കർക്കശമായി പറഞ്ഞ നസീർ സാറിൻ്റെ സ്വഭാവ മഹിമ നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ എപ്പിസോഡ് ചെയ്തത്. എന്തായാലും എല്ലാ തരത്തിലും നസീർ സാർ തന്നെയാണ്. ആ വ്യക്തിത്വം ഒരിക്കലും എന്താ പറയുക മാറ്റു കുറയേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നസീർ സാറിനെ അടക്കം വെച്ച് ഒരുപാട് സിനിമകൾ നിർമ്മിച്ച എം ടി ജോർജിൻ്റെ ഒരു സ്റ്റില്ല് പോലും കിട്ടാനില്ല, നല്ലൊരു സ്റ്റില്ല് കിട്ടാനില്ല എന്നുള്ള വിഷമം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.